എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പനീറിൻ്റെ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് പനീർ മസാല ഗ്രേവി. അപ്പോൾ ഇത് ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തി, പൊറോട്ട, നാൻ, അതുപോലെ ഇടിയപ്പം, ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ പനീർ വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള പനീറാണെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആവും. ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള പനീർ തന്നെയാണിത്. അപ്പോൾ 200 ഗ്രാം പനീർ നമുക്കൊരു പാത്രത്തിലേക്ക് ചേർക്കാം. പനീർ എപ്പോഴും കറി വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് അല്പം മസാലയൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. പനീറൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അമൂലിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. ഒരു 2 പീസ് ബട്ടർ നമുക്കിതിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിൽ പകുതി മതി. ഇപ്പോഴും പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ചേർക്കേണ്ടത്. എപ്പോഴും കസൂരി മേത്തി ചേർക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരുമ്മി ചേർക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടർ ആയിരുന്നു ചേർത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് വഴറ്റി യോജിപ്പിക്കാൻ. കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർക്കാം. നമ്മളിതിലേക്ക് 200 ഗ്രാം പനീറാണ് ചേർക്കുന്നത്. ഈ പനീർ നമുക്ക് ഈ ബട്ടറിലൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. പൊടിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ തന്നെ 1 മിനിറ്റ് കൂടുതൽ നമുക്ക് പനീർ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനീർ നല്ല ഹാർഡായി വരികയുള്ളൂ. എപ്പോഴും പനീർ കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഈ പനീർ ബട്ടറിൽ നിന്നും എടുത്തു മാറ്റാം. അങ്ങനെ പനീരെല്ലാം ബട്ടറിലൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ നന്നായി പഴുത്തിട്ടുള്ളതും അതുപോലെ റെഡ് കളറോട് കൂടിയിട്ടുള്ള 2 തക്കാളിയാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, അതായത് ക്യുമിൻ പൗഡർ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഗ്രേവി നന്നായിട്ടൊരു തിക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 5-6 കാഷ്നട്ടും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായൊന്ന് അരച്ചെടുക്കാം. എന്താ നമ്മുടെ അരപ്പൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിട്ടാണ് അരഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ തൈരാണ്. അധികം പുളിയില്ലാത്ത കട്ടത്തൈര്. ഇതിൻ്റെ കൂടെ ഒരു 4 കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായൊന്ന് അരച്ചെടുക്കാം. എന്താ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അങ്ങനെ നമ്മൾ പനീറൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത്. ഈ ഒരു പനീറിൻ്റെ കറി ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ജീരകമാണ്, ക്യുമിൻ സീഡ്. അങ്ങനത്തെ ജീരകമൊക്കെ ഒരുവിധം മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഹോൾ മസാല ചേർക്കാം. 1 പീസ് പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക. അതിനുശേഷം ഈ മസാലയെല്ലാം നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. എപ്പോഴും പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇടത്തരം വലുപ്പമുള്ള 2 സവാളയാണ് ചേർക്കുന്നത്.
ഇനി നമുക്ക് ഈ സവാള നന്നായി വഴണ്ടി വരണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ കളർ ആവുന്നവരെയാണ് നമുക്കിത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് അടച്ച് വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ നന്നായി മൂത്ത് വരുന്നതാണ്. സവാള പെട്ടെന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന സവാള ഒന്ന് പകുതിയാവുന്നവരെയാണ് അടച്ച് വെച്ച് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനത്തെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളിയുടെ ക്വാണ്ടിറ്റിയൊക്കെ നന്നായി പകുതിയായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ്. അങ്ങനെ വെളുത്തുള്ളിയും ചേർത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് ചേർക്കേണ്ടത്. എന്നിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് നേരം ഈ അരപ്പ് ചേർത്ത് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. അങ്ങനെ എന്താ ചെറുതായിട്ടൊരു തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർക്കാം. ഗ്രേവി നന്നായി തിക്കായി വരുന്നവരെയാണ് നമുക്കിനി തിളപ്പിച്ചെടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ തിക്കായി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ ഗ്രേവിയുടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഞാനിവിടെ ഇപ്പോൾ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് അല്പം മല്ലിയിലയൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഫ്രോസൺ മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ മസാലയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിതൊരു സർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ പനീർ മസാല ഗ്രേവി എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ്. കാരണം ഇതിൽ മധുരവും എരിവും പുളിയും എല്ലാം അടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.